എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTTയിൽ പുതിയതായി റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റത്തെ മൂവി ദുരന്തർ ദ റിവഞ്ച്. രൺവീർ സിംഗ് നായകനായെത്തി ആദിത്യദർ സംവിധാനം ചെയ്ത് 2026 മാർച്ച് 19 റിലീസ് ചെയ്തൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണല്ലോ ദുരന്തർ ദ റിവഞ്ച്. 3 മണിക്കൂർ 49 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമയിൽ സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഏകദേശം 300 കോടി ബഡ്ജറ്റ് നിർമ്മിച്ച ഈ സിനിമ 40 ദിവസത്തിനുള്ളിൽ 1750 കോടി രൂപ നേടിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ 150 കോടി എന്ന റെക്കോർഡ് തൂക്കിയാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. പാൻ-ഇന്ത്യൻ ഭാഷകളിൽ മെയ് മാസം 14 മുതൽ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് മനിതൻ ദൈവമാകലാം. പ്രശസ്തനായ സംവിധായകൻ സെൽവരാഘവനാണ് ഈ സിനിമയിൽ നായകനായെത്തുന്നത്. ഡെന്നിസ് മഞ്ജുനാഥ് സംവിധാനം ചെയ്തൊരു ഫാമിലി എന്റർടൈനറാണ് മനിതൻ ദൈവമാകലാം. ഒരു ഗ്രാമത്തിലെ ഭൂമി തർക്കങ്ങളും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം. ഖുഷി രവി, കൗസല്യ നന്ദിനി, MS സതീഷ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. മെയ് മാസം 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ എന്നിവർ പ്രധാന വേഷങ്ങളെത്തി 2026 ഏപ്രിൽ മാസം റിലീസ് ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് മധുവിതു. ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് വിഷ്ണു അരവിന്ദാണ്. സ്ത്രീകൾ വാഴാത്ത വീട് എന്ന നാട്ടുകാരുടെ പരിഹാസത്തിന് പാത്രമായ ആഞ്ഞിലിമുട്ട്ലി തറവാട്ടിനെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രമേയം. സർപ്പകോപമുള്ള ഈ തറവാട്ടിൽ സ്ത്രീകൾ അകാലത്തിൽ വിട്ടുപിരിയുമെന്നുള്ള നാട്ടുകാരുടെ അന്ധവിശ്വാസവും അപവാദവും നല്ല രസകരമായ രീതിയിലാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലിവ് ആണ്. സിനിമ തിയേറ്ററിൽ റിലീസായതിനു ശേഷം 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും OTTയിൽ റിലീസാവുക. അങ്ങനെയാണെങ്കിൽ മെയ് മാസം ലാസ്റ്റ് വീക്കോടെ അല്ലെങ്കിൽ ജൂൺ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. കുപ്രസിദ്ധ ഗുണ്ട തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു ഡോക്യുമെന്ററി സീരീസ് ആണ് ലോറൻസ് ഓഫ് പഞ്ചാബ്. ലോറൻസ് ബിഷ്ണോയി ഒരു സാധാരണ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭയപ്പെടുന്ന ക്രിമിനലുകളിൽ ഒരാളായി ലോറൻസ് ബിഷ്ണോയി വളർന്നത് എങ്ങനെയെന്നാണ് ഈ സീരീസ് നമുക്ക് കാണിച്ചു തരുന്നത്. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ദ കേരള സ്റ്റോറി 2. 2023 പുറത്തിറങ്ങിയ ദി കേരള സ്റ്റോറിയുടെ 2ാം ഭാഗമാണ് ദി കേരള സ്റ്റോറി 2. ഈ മൂവിയുടെ ഫസ്റ്റ് പാർട്ടായ ദ കേരള സ്റ്റോറി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച മൂവിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സെക്കൻഡ് പാർട്ടും. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത ഈ മൂവി തിയേറ്ററിൽ ഒരു വൻ പരാജയമായിരുന്നു. കാമാഖ്യ നാരായണ സിംഗ് സംവിധാനം ചെയ്ത് ഉൽക്ക ഗുപ്ത, അദിതി ഭാട്ടിയ, ഐശ്വര്യ ഓച്ച എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ മൂവിയിൽ പ്രണയവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്ത് സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വിവാഹശേഷം അവർ നേരിടേണ്ടി വരുന്ന കഠിനമായ നിയന്ത്രണങ്ങളും ദുരനുഭവങ്ങളുമാണ് സിനിമയുടെ പ്രമേയം. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ഈ വരുന്ന മെയ് മാസം 1 തീയതി മുതൽ ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി സീരീസാണ് ഗ്ലോറി. പുൽകിത് സാമ്രാട്ട്, ദിവ്യേന്ദു, സുവിന്ദർ വിക്കി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു സ്പോർട്സ് ക്രൈം ത്രില്ലർ സീരീസായ ഗ്ലോറി നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് മാസം 1 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് വാഴ 2. ഹാഷിർ, അലൻ, അജിൻ ജോയ്, വിനായക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാവിൻ SA സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് വാഴ 2. അജു വർഗീസ്, വിജയ് ബാബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. വിപിൻ ദാസ് ആണ് ഈ സിനിമയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. കേവലം 10 കോടി രൂപയിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന് ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് 200 കോടി രൂപയിലധികം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നും മെയ് 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ് ലീഡർ. ലെജൻഡ് ശരവണ നായകനായി RS ദുരൈ സെന്തിൽകുമാർ സംവിധാനം ചെയ്ത് 2026 ഏപ്രിൽ 3 തിയേറ്ററുകളിലെത്തിയ ഒരു ആക്ഷൻ സിനിമയാണ് ലീഡർ. ഈ സിനിമയിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള ഹൃദയസ്പർശിയായ ബന്ധത്തിന്റെ കഥയാണ്. ഷാം, ആൻഡ്രിയ ജർമിയ, പായൽ രജ്പുത്, ലാൽ, അമൃത അയ്യർ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് 1 മുതൽ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു കന്നഡ മൂവിയാണ് ലവ് മോക്ടെയിൽ 3. അച്ഛനും മകളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ ആസ്പദമാക്കി ഡാർലിംഗ് കൃഷ്ണ സംവിധാനം ചെയ്ത ഒരു ഫാമിലി എന്റർടൈനറാണ് ലവ് മോക്ടെയിൽ 3. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മെയ് മാസം 15 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് വെബ് സീരീസ് ആണ് എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ്. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെയും മത്സര പരീക്ഷകളിലെയും അഴിമതികളെ പ്രമേയമാക്കി ദേശീയ പുരസ്കാര ജേതാവ് A. സർഗുണം സംവിധാനം ചെയ്ത ഈ സീരീസിൽ തുഷാര വിജയൻ, അതിഥി ബാലൻ, അബ്ബാസ് എന്നിവരാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. 2026 മെയ് 15 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് വെബ് സീരീസ് ആണ് ബാച്ച്മേറ്റ്സ്. വിവാ ഹർഷ, ബിന്ദു മാധവി, സായ് ശ്രീറാം എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോളേജ് ലൈഫ് ഡ്രാമ വെബ് സീരീസ് ആണ് ബാച്ച്മേറ്റ്സ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ന് രാത്രി 12 മണി മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് ടു മെൻ ആർമി. 2024 റിലീസ് ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസും ഷഹീൻ സിദ്ദിഖുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലറായ ടു മെൻ ആർമിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിസാറാണ്. മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമ്പന്നനായ ഒരു വ്യക്തിയും ഇദ്ദേഹത്തിന് പണം തട്ടിയെടുക്കാനെത്തുന്ന മറ്റൊരാളും തമ്മിലുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മെയ് മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് രാഗാസ. സംഗീത് ശോഭൻ, നയൻ സരിക എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി
മാനസ ശർമ്മ സംവിധാനം ചെയ്തൊരു ഹൊറർ ഫാൻറ്റസി കോമഡി ത്രില്ലറാണ് രാഗസ. 2026 ഏപ്രിൽ 3 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 1 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് TN 2026. ഉപാമതി രാമയ്യയുടെ സംവിധാനത്തിൽ നട്ടി നട്രാജ് പ്രധാന വേഷത്തിലെത്തിയൊരു പൊളിറ്റിക്കൽ മൂവിയാണ് TN 2026. ഒരു സാധാരണ കച്ചവടക്കാരനിൽ നിന്നും തമിഴ് സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാറായി മാറുന്നതും പിന്നീട് പ്രശസ്തിയും സ്വാധീനവും ഉപയോഗിച്ച് അയാൾ 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾ നേരിടേണ്ടിയിരുന്ന വെല്ലുവിളികളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സിംപ്ലി സൗത്ത് ആണ്. ഏപ്രിൽ 30, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മറ്റൊരു മലയാളം മൂവിയാണ് ആട് 3. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾക്കാട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തൊരു ഫാന്റസി കോമഡി ചിത്രമാണ് ആട് 3. തിയേറ്ററിൽ നിന്നും 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5 ആണ്. മെയ് മാസം 1 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. അതിവിശേഷ്, മൃണാൾ താക്കൂർ, അനുരാഗ് കശ്യപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാനിൽ ഡിയോ സംവിധാനം ചെയ്തൊരു ആക്ഷൻ റൊമാൻറ്റിക് ക്രൈം ത്രില്ലർ മൂവിയാണ് ഡക്കോയിറ്റ് എ ലവ് സ്റ്റോറി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. മെയ് മാസം 8 മുതൽ തെലുങ്ക്, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.